വെൽക്കം ബാക്ക് ടു അവർ ചാനൽ പാലക്കാടൻ ഫാമിലി. അപ്പോൾ ഗൈസ്, കുറേ നാളുകൾക്ക് ശേഷം നമ്മുടെ ചാനലിൽ നമ്മളൊരു സ്കിൻ കെയർ മേക്കപ്പ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ഇടാൻ പോവാണ്. എൻ്റെ നൈറ്റ് സ്കിൻ കെയർ എങ്ങനെയാണെന്നുണ്ട് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ കാണിച്ചു തരാൻ പോകുന്നത്. ഒരുപാട് പ്രൊഡക്ട്സ് ട്രൈ ചെയ്തിട്ട് സൈഡ് എഫക്റ്റ് കിട്ടിയ ഒരാളാണ് ഞാൻ. അതുകൊണ്ട് ഞാൻ ഇപ്പോൾ പോകുന്നത് സ്കിൻ കെയർ റൂട്ടീൻ അത്രയ്ക്ക് പക്കയായിട്ടാണ് ഞാൻ ഫോളോ ചെയ്യുന്നത്. അതിൻ്റെ ചേഞ്ചസ് എനിക്ക് കുറേ വന്നിട്ടുണ്ട്. ഞാൻ ഒരു 4-5 മാസമായി ഇപ്പോൾ ഒരു റൂട്ടീൻ ഫോളോ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിന് ഞാൻ യൂസ് ചെയ്ത സാധനങ്ങൾ എന്തൊക്കെയാണ്, എൻ്റെ നൈറ്റ് സ്കിൻ കെയറിൽ ഞാൻ എന്തൊക്കെയാണ് ഇൻക്ലൂഡ് ചെയ്തത്, എന്തൊക്കെ ചേഞ്ചസ് ആണ് ഞാൻ കൊണ്ടുവന്നത് എന്നൊക്കെയുള്ള ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ആണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഇതെന്തായാലും എല്ലാവർക്കും അഫോർഡബിൾ ആയിട്ടുള്ള പ്രൊഡക്ട്സ് ആണ്, അതുപോലെ തന്നെ എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം നമ്മളെപ്പോലുള്ളൊരു സാധാരണക്കാർക്ക് പറ്റുന്നുണ്ടെങ്കിൽ അപ്പോൾ നിങ്ങൾക്കും പറ്റും. അപ്പോൾ ഒട്ടും വൈകിക്കണം, നമുക്ക് വേഗം തന്നെ വീഡിയോയിലോട്ട് പോകും. അതിന് മുമ്പ് നമ്മുടെ ചാനൽ ആരെങ്കിലും പുതുതായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടപ്പുറത്തെ ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യുക, ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യും. എന്ന് വെച്ച് കഴിഞ്ഞാലില്ലേ, നമ്മുടെ സ്കിൻ കെയറിൽ നമ്മൾ സ്കിൻ കെയർ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ സ്കിന്നിനെ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മുഖത്ത് വരുന്ന പിമ്പിൾസ് ആയാലും ശരി, ഡാർക്ക് സ്പോട്ട്സ് ഒക്കെ ആയാലും നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ മനസ്സിലാക്കി. അതാണ് ഞാൻ ഫസ്റ്റ് മനസ്സിലാക്കിയ കാര്യം. അപ്പോൾ അത് എന്തൊക്കെയാണെന്നാണ് ഞാൻ പറഞ്ഞുതരാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ സ്കിൻ കെയറിൽ നമ്മൾ എപ്പോഴും നമ്മുടെ ഫേസ് നന്നായിട്ട് ക്ലെൻസ് ചെയ്ത് സൂക്ഷിക്കാം. അപ്പോൾ ഞാൻ നൈറ്റ് എപ്പോഴും ഞാനൊരു ഡബിൾ ക്ലെൻസിങ് ചെയ്യും. ഓയിലി സ്കിൻ ഉള്ളവർ കോക്കനട്ട് ഓയിലോ അതുപോലെ തന്നെ ഓയിലി ബാംസ് ഒന്നും യൂസ് ചെയ്യാതിരിക്കുകയായിരിക്കും നല്ലത്. അങ്ങനെ യൂസ് ചെയ്ത് കഴിഞ്ഞ് വീണ്ടും നമ്മളതിൽ സെബം പ്രൊഡക്ഷൻ കൂടിയിട്ട് പണി കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. എസ്പെഷ്യലി ഞാൻ ഇപ്പം എൻ്റെ ഫേസിൽ പ്രത്യേകിച്ച് മേക്കപ്പ് ഉണ്ട്, ചേച്ചി ലിപ്സ്റ്റിക് ഉണ്ട്, പിന്നെ ചെറുതായിട്ടൊരു ബ്ലഷ് ഉണ്ട്. അപ്പോൾ അതൊന്നും എനിക്ക് റിമൂവ് ചെയ്യണം. അപ്പം ഞാൻ കണ്ടുപിടിച്ചൊരു സംഭവമായിട്ട് നമ്മുടെ എന്ന് വെച്ചാൽ ഒരുപാട് പേര് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പം ഞാൻ യൂസ് ചെയ്ത് തുടങ്ങിയതാണ് നമ്മുടെ ഗാർണിയറിൻ്റെ മിസെല്ലാർ വാട്ടർ അങ്ങനെ രണ്ടിലും പറയുന്നുണ്ട് ആ ഒരു ക്ലെൻസിങ്. അപ്പോൾ ഞാൻ ഇത് യൂസ് ചെയ്തിട്ടാണ് എൻ്റെ ഫേസ് ക്ലെൻസ് ചെയ്യുക. കൂടെ ഞാനൊരു ഫേഷ്യൽ പഫും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിലോട്ട് ഞാൻ ഓപ്പൺ ചെയ്യാം, കുറച്ച് ഒട്ടിച്ച് കൊടുത്ത് കഴിഞ്ഞാൽ എന്നിട്ട് ഞാൻ നന്നായിട്ട് ഫേസിൽ നിന്ന് വൈപ്പ് ചെയ്തെടുക്കും. ഈവൻ ലിപ്സ്റ്റിക്ക് വരെ നമുക്ക് സുഖമായിട്ട് ഇതിൽ നിന്ന് കളയാൻ പറ്റും കേട്ടോ. ഇതൊരു സൂപ്പർ സംഭവം എന്ന് പറഞ്ഞാൽ സൂപ്പർ സംഭവം. നമ്മുടെ സ്കിന്നിന് നന്നായിട്ട് ഇതിൽ എന്താ പറയുക, സ്കിന്നിന് നന്നായിട്ട് വെക്കാൻ പറ്റും കേട്ടോ. ഈ ഒരു സംഭവം യൂസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്നിൻ്റെ എല്ലാ അഴുക്കും അതുപോലെ തന്നെ ഡെഡ് സ്കിന്നും ഒക്കെ നമുക്ക് നമുക്ക് ജസ്റ്റ് 2-3 ഡ്രോപ്പ് കൊണ്ട് തന്നെ നമുക്ക് എടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഹെവി മേക്കപ്പ് ഒക്കെ ഇടുന്നവരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടി അധികം എടുക്കാം. അപ്പോൾ നോർമൽ മേക്കപ്പ് എന്ന് വെച്ചാൽ നമ്മൾ നോർമൽ സ്കിൻ കെയർ ചെയ്തിട്ട് വാഷ് ഔട്ട് ചെയ്യുന്നവർക്ക് ഇത് ഇത്തിരി എടുത്താൽ മതിയായിരിക്കും കേട്ടോ. ഇതാ ലിപ്സ്റ്റിക്ക് വരെ ഞാൻ കളഞ്ഞിട്ടുണ്ട്. നെക്സ്റ്റ് ഞാൻ യൂസ് ചെയ്യുന്നതാണ് ഫേസ് വാഷ് നമ്മുടെ സ്കിൻ ടൈപ്പിനനുസരിച്ച് യൂസ് ചെയ്യും. അപ്പം ഞാൻ പേഴ്സണലി നൈറ്റ് യൂസ് ചെയ്യാറ് നമ്മുടെ ഗാർണിയറിൻ്റെ വൈറ്റമിൻ സി ഫേസ് വാഷാണ്. കാരണം ഇത് നമ്മുടെ സ്കിന്നിൻ്റെ എല്ലാ ഡേർട്ടും എടുത്തു കളയാനായിട്ട് നന്നായിട്ട് സഹായിക്കും. ഇത് ഡ്രൈ സ്കിന്നുകാർക്ക് ഞാൻ ഒട്ടും സജസ്റ്റ് ചെയ്യില്ല കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ ഡ്രൈ സ്കിന്നുകാർ ഇത് യൂസ് ചെയ്യുകയാണെങ്കിൽ അവരുടെ സ്കിന്ന് എക്സ്ട്രീം ഡ്രൈ ആയിപ്പോകും. കാരണം ഇത് ഇത്തിരി ഡ്രൈ ആയിക്കും നമ്മുടെ ഫേസ്. അപ്പോൾ ഓയിലി സ്കിന്നുകാർക്ക് പക്ക ഒരു ഓപ്ഷനാണ് ഈ ഒരു ഫേസ് വാഷ് കേട്ടോ. ഇത് ഞാൻ കോംബോ ആയിട്ട് വാങ്ങിച്ചത്, രണ്ടാമത്തെയാണ്. അപ്പോൾ ഇത് വെച്ചിട്ടാണല്ലോ ഞാൻ ഫേസ് വാഷ് ചെയ്യുക. അപ്പോൾ ഞാൻ ഇത് വെച്ചിട്ട് ഇനി ഫേസ് വാഷ് ചെയ്ത് കഴിഞ്ഞിട്ട് വരാം. അപ്പോൾ ഗൈസ്, ഇതാ ഞാൻ ഫേസ് നന്നായിട്ട് വാഷ് ചെയ്തിട്ട് വന്നു. എന്നിട്ട് ഞാൻ ഒരു ബനിയൻ വെച്ചിട്ടാണ് തുടയ്ക്കുന്നത്. നന്നായിട്ട് ബനിയൻ വെച്ചിട്ട് തുടച്ചു കൊടുത്തു. ആ ഫേസ് വാഷ് യൂസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ നമ്മുടെ സ്കിന്നിന് നല്ലൊരു ബ്രൈറ്റ്നസ് വരും. അതിനുശേഷം ഞാൻ യൂസ് ചെയ്യുന്നത് ഡോട്ട് ആൻഡ് കീയുടെ ഒരു ടോണറാണ് കേട്ടോ. ഈ ടോണർ എന്ന് പറയുന്നത് സൂപ്പറാണ് കേട്ടോ. നമുക്ക് നമ്മുടെ സ്കിന്നിന് ശരിക്കും നന്നായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ടോണറാണ്. നന്നായിട്ട് എക്സ്പ്ലോയിറ്റ് ചെയ്യും സ്കിന്നിനെ. മറ്റേ എനിക്ക് സ്പ്രേ ടോണറാണ് ഇതിലും കൂടുതൽ ഇഷ്ടം. മീൻസ് ബോട്ടിൽ കണ്ടന്റ് വൈസ് ഇത് സൂപ്പറാണ്. ഇത് യൂസ് ചെയ്തതിന് ശേഷം ഈ തരിക്കുരുക്കൾ വരുന്നതൊന്ന് കുറഞ്ഞിട്ടുണ്ട് മുഖത്ത്. നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. യെസ്, അത് നന്നായിട്ട് നമ്മുടെ
സ്കിന്നിൽ പാഡ് ഡ്രൈ ആയതിനു ശേഷം ഞാൻ യൂസ് ചെയ്യുന്നത് ഡോട്ട് ആൻഡ് കീയുടെ തന്നെ സെയിം വേരിയൻറ്റിൽ വരുന്ന 10% നിയാസിനമൈഡ് വരുന്ന ഒരു സെറാണ് കേട്ടോ. ആൽഫ അർബുട്ടിനൊക്കെ ഉണ്ട്. ഈ സെറം ഉണ്ടല്ലോ, ഒരു ജസ്റ്റ് ഒരു 3 ഡ്രോപ്പ് എടുത്താൽ മതി, നമ്മുടെ ഫേസ് മൊത്തം യൂസ് ചെയ്യാൻ പറ്റും. ഇത്തിരി ഒരു കട്ടിയുള്ള പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത് ഈ ഒരു സെറം. ഒരു വൈറ്റമിൻ സി സെറൊക്കെ യൂസ് ചെയ്യുമ്പോൾ ഒരു കട്ടിയില്ല, അത് എനിക്ക് ഈ ഒരു സെറം യൂസ് ചെയ്യുമ്പോൾ തോന്നിച്ചിട്ടുണ്ട്. ഇത് നന്നായിട്ട് ഇങ്ങനെ ഡാബ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞ് ഫേസിൽ അബ്സോർബ് ആയിക്കോളും. മൂക്ക് മറക്കരുത് ഗൈസ്. ഇനി ഇത് നന്നായിട്ടൊന്ന് പാഡ് ഡ്രൈ ആവുന്ന വരെ നമ്മൾ വെയിറ്റ് ചെയ്യാം. ഏതൊരു പ്രൊഡക്റ്റ് നമ്മൾ അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ ഒരു 2 മിനിറ്റിന് ശേഷം അടുത്ത പ്രൊഡക്റ്റ് അപ്ലൈ ചെയ്യുക. അതായിരിക്കും നമ്മുടെ സ്കിന്നിന് നല്ലത്. ആ പ്രൊഡക്റ്റിൻ്റെ ഗുണവും കിട്ടണമെങ്കിൽ അങ്ങനെ ചെയ്താൽ മതി. നെക്സ്റ്റ് ഞാൻ യൂസ് ചെയ്യുന്നത് ഡോട്ട് ആൻഡ് കീയുടെ തന്നെ സെയിം വേരിയൻറ്റിൽ വരുന്ന സ്കിൻ റിന്യൂവിങ് നൈറ്റ് ജെല്ലാണ് കേട്ടോ. ഇതും സൂപ്പറാണ് കേട്ടോ. ഇതൊരു ടീ ട്രീയിൽ അതിൻ്റെ ഒക്കെ ഒരു സ്മെല്ലുണ്ട്. ഇതും ജസ്റ്റ് മോയ്സ്ചർ അപ്ലൈ ചെയ്യുന്ന പോലെ എടുത്തിട്ട് നന്നായിട്ട് അപ്ലൈ ചെയ്യാം. ഇത് യൂസ് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ മുഖം ഒരു വേർപ്പും അതുപോലെ തന്നെ ഒരു ഓയിൽനെസ് ഒക്കെ ആയിട്ട് നിൽക്കും. പക്ഷെ അത് കുറച്ച് നേരം കഴിഞ്ഞ് കഴിഞ്ഞാൽ അതങ്ങനെ മാറിക്കോളൂ കേട്ടോ. എന്നിട്ട് നന്നായിട്ട് നമ്മൾ നമ്മുടെ സ്കിന്നിലേക്ക് ഇത് മസാജ് ചെയ്ത് കൊടുക്കാം. ദാറ്റ്സ് ഓൾ. ഇത്രയേ ഉള്ളൂ. ഇനി ലാസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് വീണ്ടും ഡോട്ട് ആൻഡ് കീയുടെ തന്നെ ഒരു ലിപ് മാസ്ക് ആണ്. ഇതില്ലേ, ഇത് ഞാൻ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ കുറേ ആയിട്ട് 1 വർഷത്തിന് മേലെയുണ്ടാവും ഞാനിത് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട്. ഇത് നന്നായിട്ട് അഫോർഡബിൾ ആണ്. അതുപോലെ തന്നെ ഒരുപാടുണ്ട്, ക്വാണ്ടിറ്റി ഉണ്ട്, ഇനിയും ഉണ്ട് അതിന് ഇഷ്ടം പോലെ യൂസ് ചെയ്യാനായിട്ട്. കാരണം ഞാൻ മാത്രമല്ല യൂസ് ചെയ്യുന്നുള്ളൂ, അതുകൊണ്ട് ആ സാധനം തീരുന്നില്ല. അപ്പം അത് ഇത്തിരി എടുത്തിട്ട് ഇത് ചുണ്ടിൽ യൂസ് ചെയ്ത് പിന്നെ അങ്ങനെ ഡാർക്കൻ ആവുന്നില്ല കേട്ടോ. ചുണ്ട് ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്യുമ്പോൾ ചുണ്ട് ഡാർക്കൻ ആവുന്നില്ല. അതുപോലെ തന്നെ രാവിലേക്ക് ചുണ്ട് ഇത്തിരി ഒരു പ്ലംബി പോലെ ആയിട്ട് നിൽക്കുന്നുണ്ടാവും. പിന്നെ അത് മാത്രമല്ല, ഇതിൻ്റെ ഒരു ടിൻറ്റില്ലേ നമ്മുടെ ചുണ്ടിലുണ്ടാവും കേട്ടോ. രാവിലെ എണീക്കുമ്പോഴായാലും ശരി, ഇതുപോലെ തന്നെ ഡ്രൈ ആവുന്നില്ല. ഇത്രയാണ് എൻ്റെ സ്കിൻ കെയർ. സ്കിൻ കെയർ ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ സ്റ്റെപ്പാണ് നമ്മൾ മുടി കെട്ടിവെക്കുകയാണ്. മുടി ഞാൻ ചില സമയത്ത് മെടഞ്ഞിടും, അല്ലെങ്കിൽ ജസ്റ്റ് അമ്മക്കെട്ട് പോലെ ഇങ്ങനെ എടുത്തിട്ട് നന്നായിട്ട് ചീകിയിട്ട് ചടയൊക്കെ കളഞ്ഞിട്ട് അമ്മക്കെട്ട് പോലെ ഇങ്ങനെ മൂളിക്കെടുത്ത് കെട്ടിയിട്ട് ഇങ്ങനെ ഒരു ക്രാബ് ഇട്ട് കൊടുക്കും. ഇത്രയും കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉടനെ പോയി കിടന്നുറങ്ങരുത് ഗൈസ്. നമ്മൾ ഇത്രയും ക്രീമുകളും ഒക്കെ നമ്മുടെ മുഖത്തിട്ടിട്ട് അതൊന്ന് അബ്സോർബ് ചെയ്യാനുള്ള സമയത്തിന് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യണേ. മിനിമം ഒരു മണിക്കൂറെങ്കിലൊക്കെ ആയിട്ട് ബെഡിൽ പോകുക, അല്ലെങ്കിൽ ബെഡിനായിരിക്കും നമ്മുടെ ഈ ക്രീമിൻ്റെ ഒക്കെ എഫക്റ്റ് കിട്ടും. എന്തിനാ വെറുതെ റിസ്ക് എടുക്കുന്നത്? അപ്പോൾ 1 മണിക്കൂർ നേരം ജസ്റ്റ് ഫോൺ നോക്കിയിട്ടായാലും ഇരിക്കും, കിടക്കരുത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ മുഖം കമിഴ്ന്നൊന്നും കിടക്കരുത്. ജസ്റ്റ് ഇത് അബ്സോർബ് ആവാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യും. അതിന് ശേഷം സുഖമായിട്ട് കിടന്നുറങ്ങും. രാവിലെ നിങ്ങളുടെ മുഖം സൂപ്പർ ഹൈഡ്രേറ്റഡ് ആയിട്ടിരിക്കും. അപ്പോൾ ഇതാണ് ഞാൻ ഫോളോ ചെയ്ത എൻ്റെ ഒരു നൈറ്റ് സ്കിൻ കെയർ റൂട്ടീൻ. അപ്പോൾ നിങ്ങളും ഇത് ചെയ്ത് നോക്കുക, നിങ്ങൾക്കും ചേഞ്ചസ് വരും. നിങ്ങളുടെ സ്കിൻ ടൈപ്പിനനുസരിച്ചുള്ള പ്രൊഡക്ട്സ് യൂസ് ചെയ്യും. നൈറ്റ് എപ്പോഴും ഡബിൾ ക്ലെൻസ് ചെയ്യാനായിട്ട് ഓർക്കുക. അതിപ്പോൾ ഓയിലി സ്കിൻ ആയാലും ഡ്രൈ സ്കിൻ ആയാലും സെൻസിറ്റീവ് സ്കിൻ ആയാലും കോമ്പിനേഷൻ സ്കിൻ ആയാലും എല്ലാവരും ഡബിൾ ക്ലെൻസ് ചെയ്യാൻ നോക്കുക. പിന്നെ ഏതെങ്കിലും ഒരു ടോണർ അല്ലെങ്കിൽ സെറം ഓപ്ഷനിലാണ്. അതുപോലെ തന്നെ ഒരു നൈറ്റ് ക്രീം അല്ലെങ്കിൽ മോയ്സ്ചറൈസർ യൂസ് ചെയ്യുക. പിന്നെ ഒരു ലിപ് മാസ്ക് ഇടാൻ സുഖമായിട്ട് കിടന്നുറങ്ങുക. അപ്പോൾ ഇത്രയുള്ള എൻ്റെ നൈറ്റ് സ്കിൻ കെയർ. അപ്പോൾ നാളെ പുതിയ വീഡിയോ ആയിട്ട് വരും. അതുവരെ എല്ലാവർക്കും ബൈ.